ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചാപ്റ്റർ 9 അഗ്രികൾച്ചർ ഇൻകത്തിനെ കുറിച്ചാണ്. അതിന് മാത്രമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് സെക്ഷൻ 2(1)(a)യിലാണ് ഈ ഒരു അഗ്രികൾച്ചർ ഇൻകം എന്താണെന്നുള്ള മീനിങ് കൊടുത്തിരിക്കുന്നത്. അതിൽ 3 പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെൻറ്റോ അല്ലെങ്കിൽ ഒരു റവന്യൂ നമുക്ക് ഇത്തരത്തിൽ ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ പർപ്പസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ്, ഏതെങ്കിലും ഒരു കാർഷിക പ്രവൃത്തിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻകമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുകയും അതിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും അതുമായി നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻകമായിട്ട് കണക്കാക്കാം. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ തരത്തിൽ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകമായിട്ട് പരിഗണിക്കാവുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എനി ഇൻകം ഫ്രം എ ഫാം ഹൗസ്. ഇനി ഒരു ഫാം ഹൗസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇൻകം റിസീവ് ചെയ്താലും അത് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എത്ര തരത്തിലാണ് അഗ്രികൾച്ചർ ഇൻകം ഉള്ളത്? അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് 6 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭൂമിയിൽ നിന്ന് നമുക്കൊരു റവന്യൂ അല്ലെങ്കിൽ ഒരു റെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അലൗ ചെയ്യണം. ഇപ്പം എനിക്ക് ഒരുപാട് കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ഞാൻ ചെയ്തോളന്നില്ല, പക്ഷെ ഞാൻ വേറൊരാൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഭൂമി കൊടുക്കുകയാണെങ്കിൽ അത് അഗ്രികൾച്ചർ പർപ്പസിനാണെങ്കിൽ അതിൽ നിന്ന് അവർ തീർച്ചയായിട്ടും നമുക്കൊരു റെൻറ്റോ റവന്യൂ ഒക്കെ നമുക്ക് ഇങ്ങോട്ട് തരും. അത്തരത്തിൽ എന്തെങ്കിലും റവന്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. രണ്ടാമത്തെ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, കാരണം ഈ വയലുകൾ അല്ലെങ്കിൽ പാടങ്ങളൊക്കെ നമ്മൾ ഫീൽഡ് ടില്ല് ചെയ്യുക, വാട്ടർ ചെയ്യുക, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കൽ, പ്ലാന്റിങ് നടുക, ചെടി നടുക, അങ്ങനെ അതിൻ്റെ ക്രോപ്സ് അതിൽ നിന്ന് കിട്ടുന്ന കാർഷിക വിളകൾ നമ്മൾ കൊയ്തെടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള പ്രോസസ്സ് ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ കിട്ടുന്ന അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇൻകം ഫ്രം മേക്കിംഗ് ദ പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ മാർക്കറ്റ്. ഇനി മാർക്കറ്റിലേക്ക് നമുക്ക് കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഹസ്കിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് കോക്കനട്ട് ടു മേക്ക് കൊപ്ര, അല്ലേ? നമ്മൾ തേങ്ങ ഉണക്കി അതിനെ നമ്മൾ അതിൻ്റെ ചകിരി ഇതൊക്കെ എടുത്ത് അത് ഉടച്ച് കൊപ്രയായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃഷിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇൻകം തന്നെയാണ് അതിൽ വരുന്നത്. നമ്മളത് വിൽക്കുകയാണെങ്കിൽ അത് കാർഷിക ഉൽപ്പന്നമായിട്ട് കണക്കാക്കുകയും അപ്പോൾ ആ ഒരു മാർക്കറ്റിന് വേണ്ടതായിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി നമ്മൾ മാറ്റിയിട്ട് അതിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താലും അത് കാർഷികമായിട്ട് കിട്ടുന്ന വരുമാനമായിട്ട് കണക്കാക്കാം. ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ്, ഇനി നമ്മൾ എന്താണോ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുത്തത് അതിനെ നമ്മൾ സെയിൽ ചെയ്യുകയാണ്, അതിലൂടെ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്താലും അത് കാർഷിക വരുമാനമായിട്ട് നമുക്ക് പറയാം. ആൻഡ് ഇൻകം ഫ്രം എ ഫാം ഹൗസ്, നമുക്ക് സ്വന്തമായി ഒരു ഫാം ഹൗസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻകം കിട്ടിയാൽ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷെ അതിന് കുറച്ച് ഒരു 4 കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിൻ്റെ ആ ബിൽഡിങ് നമ്മളെ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തമായിരിക്കണം. അതുപോലെ നമ്മളതിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, താമസിക്കുന്നുണ്ടാവാം. ബൈ ദ കൾട്ടിവേറ്റർ, ആരാണോ അത് ചെയ്യുന്ന ആൾ അയാളോട് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവണം, ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ റിസീവർ ഏതെങ്കിലും തരത്തിലുള്ള റെൻറ്റ് അതുമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അപ്പോഴൊക്കെയാണ് അതിലത്തെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇനി ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ഓർ ഇൻ ദ ഇമ്മീഡിയറ്റ് വിസിനിറ്റി ഓഫ് ദ അഗ്രികൾച്ചറൽ ലാൻഡ്. ഇങ്ങനൊരു സ്ഥലം ഫാം ഹൗസ് എവിടെ ഉണ്ടായിരിക്കണം? നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അടുത്തുള്ളതും കൂടി ആയിരിക്കണം. ഇനി ഇതിൻ്റെ ബിൽഡിങ് യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റോർ ഹൗസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഔട്ട് ഹൗസ് ആയിട്ടോ, ആ കൃഷി ചെയ്യുന്ന ആളുടെ ഒരു ഔട്ട് ഹൗസ് ആയിട്ടൊക്കെ ആയിട്ടായിരിക്കണം അയാളത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ കിട്ടുന്ന വരുമാനവും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അഗ്രികൾച്ചർ ഇൻകം ആക്കാം. ലാൻഡ് ഈസ് ഐദർ അസസ് ടു ലാൻഡ് റവന്യൂ, ഒന്നില്ലെങ്കിൽ ലാൻഡ് റവന്യൂ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ലാൻഡോ ഇൻ ഇന്ത്യ, ഓർ സബ്ജക്ട് ടു ലോക്കൽ റേറ്റ് അസസ്ഡ് ബൈ കളക്റ്റഡ് ബൈ ഓഫീസേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഓഫീസേഴ്സ് അതിന്ന് നമ്മൾ ഇൻകം അസസ് ചെയ്തിട്ട് കളക്ട് ചെയ്യപ്പെടുന്നതാണെങ്കിൽ അതിനൊക്കെ ഈ ഒരു ഫാം ഹൗസിലെ ഇൻകം ആയിട്ട് കണക്കാക്കാം. ഇനി ഇഫ് ലാൻഡ് റവന്യൂ ഓർ ലോക്കൽ ടാക്സ് ഈസ് നോട്ട് പേയബിൾ ഓൺ സച്ച് ലാൻഡ്, ഇങ്ങനത്തെ ഒരു ഭൂമിയിൽ നമ്മൾ ഒരു തരത്തിലും റവന്യൂ കിട്ടുകയോ അല്ലെങ്കിൽ ലോക്കൽ ടാക്സ് കൊടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ലാൻഡ് എങ്ങനെ സിറ്റുവേറ്റ് ആയിരിക്കും? അത് അർബൺ ഏരിയയ്ക്ക് പുറത്തുള്ളതായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻകം ഫ്രം സാപ്ലിങ്സ് ഓർ സീഡ്ലിങ്സ്. ഇനി നമ്മൾ ഈ ചെടികളുടെ നഴ്സറികൾ സ്ഥാപിക്കാറുണ്ട്, ചെടികൾ ബഡ് ചെയ്ത് കൊടുക്കുക, സാപ്പിൾ ചെയ്ത് കൊടുക്കുക,
അങ്ങനെയും നമ്മൾ ചില സീഡ്ലിങ്സ് വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. അതിനെയും അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ എല്ലാം ഫുള്ളായിട്ട് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇനി പകുതി മാത്രം അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പകുതി അഗ്രികൾച്ചറും ബാക്കി പകുതി നോൺ അഗ്രികൾച്ചറും ആയിട്ട് മാറ്റുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. അതായത് പ്രോഫിറ്റ്സ് ഓഫ് ഷുഗർ ഫാക്ടറീസ് വിച്ച് യൂസ് ഷുഗർ കെയിൻ കൾട്ടിവേറ്റഡ് ആൻഡ് ഓൾസോ ഷുഗർ കെയിൻ പർച്ചേസ്ഡ്. ഈ ഒരു കേസിൽ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് ഈക്വൽ ടു ദ ആവറേജ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷുഗർ കെയിൻ. അതായത് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരിമ്പ് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കരിമ്പിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ആവറേജ് ആ ഒരു ഫാമിൽ എത്രയാണോ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് അത് കൾട്ടിവേറ്റ് ചെയ്യാൻ വല്ല കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഇനി നോൺ അഗ്രികൾച്ചർ ഇൻകം ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് അഗ്രികൾച്ചർ ഇൻകം. ഇപ്പോൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പം പകുതി അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ ബാക്കി നോൺ അഗ്രികൾച്ചർ ഇൻകം എങ്ങനെ കണക്കാക്കുക? മൊത്തത്തിൽ എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് അഗ്രികൾച്ചർ ഭാഗം മൈനസ് ചെയ്താൽ ബാക്കി വരുന്നത് ഏതായിരിക്കും? നോൺ അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കും. ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ. അതേപോലെ തന്നെ ഇനി ചായത്തോട്ടങ്ങൾ, ചായ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഇൻകം, അതിൽ 60% ഇൻകം എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? അപ്പോൾ ചായത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന മൊത്തം വരുമാനം എന്താണോ അതിൻ്റെ 60% ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. കാരണം അത് 60% മാത്രമേ അഗ്രികൾച്ചർ ആയിട്ട് കണക്കാക്കുള്ളൂ. ബാക്കി 40% ഏതായിട്ടാണ് കണക്കാക്കുക? ബിസിനസ് ഇൻകം. നമ്മളവിടെ ഇൻകം ഫ്രം ബിസിനസ് പഠിക്കുമ്പം ഈ ഒരു വേർഡാണ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതിൽ പറഞ്ഞത് ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് സെൻട്രിഫ്യൂഗ്ഡ് ലാറ്റക്സ്, റബ്ബർ പശ, അതും ഒരു കൃഷിയുടെ ഭാഗമായിട്ട് പറയാം. അങ്ങനത്തെ കിട്ടുന്ന ലാഭത്തിൻ്റെ 65%, 65% അഗ്രികൾച്ചർ ഇൻകവും ബാക്കി 35% ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ പകുതി അഗ്രികൾച്ചർ ഇൻകം കണക്കാക്കുന്നത് ഈ വക ബിസിനസ്സിനാണ്. ആൻഡ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് കോഫി. ഇനി ചായ പോലെ തന്നെ കാപ്പിത്തോട്ടങ്ങൾ അത് വളർത്തുക, മാനുഫാക്ചർ ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇവിടെ 70% അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് കണക്കാക്കും. 25% ബിസിനസ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. ഇൻകം ഫ്രം കോഫി ഗ്രോൺ, കോഫി ചെടികൾ വളർത്തുക, അത് ക്യൂർ ചെയ്യുക, അതിനെ റോസ്റ്റ് ചെയ്യുക, വറക്കുക ആൻഡ് ഗ്രൗണ്ട് ചെയ്യുക, പൊടിച്ച് ഒക്കെ നമുക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ 60% അഗ്രികൾച്ചർ ഇൻകം. ഈ ഒരു കേസിൽ കോഫി ഗ്രോൺ ക്യൂർഡ് റോസ്റ്റഡ് ഗ്രൗണ്ടഡ് ആയിട്ട് വരുമ്പം 60% അഗ്രികൾച്ചറും 40% ബിസിനസ്സും. പക്ഷേ 75% ആണ് നോർമലി എന്താണ് കോഫിയുടെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത് അഗ്രികൾച്ചർ ഇൻകം ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം സൈഡ് മാത്രമേ നമുക്കിനി ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാമെന്ന് മാത്രം അഗ്രികൾച്ചറിൻ്റെ. അപ്പോൾ അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട അഗ്രികൾച്ചർ ഇൻകം എന്താണെന്നുള്ളതും ഏതാണ് മുഴുവനായിട്ടുമുള്ള അഗ്രികൾച്ചർ ഇൻകം, ഏതാണ് പാർട്ടായിട്ട് വരുന്നത്, പകുതി മാത്രം ഇൻകം അഗ്രികൾച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ആ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. അപ്പോൾ അതേപോലെ ചില നോൺ അഗ്രികൾച്ചർ ഇൻകംസും കൂടി ഉണ്ട്. അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് ഏതൊക്കെയാണുള്ളത്? അത് ഒന്ന് ഇൻകം ഫ്രം മാർക്കറ്റാണ്. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, മൈന്, ക്വാറികൾ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒന്നും അഗ്രികൾച്ചർ അല്ല. പിന്നെ ഏതെങ്കിലും ഒരു ലാൻഡ് നമ്മൾ യൂസ് ചെയ്യണം, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ചെയ്തത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാൻഡ് യൂസ് ചെയ്യാണ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും അഗ്രികൾച്ചർ ഇൻകം അല്ല. പിന്നെ ഇറിഗേഷൻ പർപ്പസ്, നമുക്ക് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അഗ്രികൾച്ചർ അല്ല. പിന്നെ ഫിഷറീസ്, മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനം, അത് നോൺ അഗ്രികൾച്ചറാണ്. അതായത് അഗ്രികൾച്ചർ അല്ല. ബാംബു, മുളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രാസ് ട്രീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻകം ഒന്നും അഗ്രികൾച്ചറിൽ പെടില്ല. പിന്നെ ബ്രിക്ക് മേക്കിംഗ്, ഇഷ്ടിക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻകം. പിന്നെ ഒരു ഫാം ഹൗസിലെ മാനേജർക്ക് അതിന് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിലും അതും ഈ ഒരു ബിസിനസ് അഗ്രികൾച്ചർ ഇൻകം അല്ല, നോൺ അഗ്രികൾച്ചർ ആണത്. പിന്നെ ക്രോപ്പ്, വിളകൾ മൂത്ത് പഴുത്ത് പാകമാവുമ്പം അത് ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കിട്ടും, അത് അഗ്രികൾച്ചർ ഇൻകം അല്ല. ആൻഡ് പോൾട്രി ഫാമിങ്, കോഴികൾ വളർത്തൽ, ഡയറി ഫാമിങ്, പശു വളർത്തൽ, അങ്ങനെ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകവും അഗ്രികൾച്ചറായിട്ട് ട്രീറ്റ് ചെയ്യില്ല. പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡിൽ
റെൻ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അരിയേഴ്സ് ഓഫ് റെൻറ്റ് കുറേ കാലമായിട്ട് റെൻറ്റിന് കൊടുത്തിട്ടും റെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ റെൻറ്റിന് നമുക്ക് ഇൻട്രസ്റ്റ് കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അതും അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഏതാണ്, നോൺ അഗ്രികൾച്ചർ ഇൻകം എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കൃത്യമായി പഠിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതിനെയാണ് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്, ഏതാണ് ഫുള്ളായിട്ടുള്ള അഗ്രികൾച്ചർ ഇൻകം, ഏതാണ് പാർട്ടായിട്ട് മാത്രം എടുക്കുന്നത്, ഏതിനെയാണ് നോൺ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക വെച്ചാൽ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതൊന്ന് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തന്നെ റെഡി ആവുക എക്സാമിനൊക്കെ. കാരണം ഈ ഒരു വേർഡൊക്കെ ചിലപ്പം വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്